പ്രിലിംസ് എക്സാം ആണ് നമ്മൾ ഈ പറയുന്ന സ്പീഡിന് അത്രയും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആക്യുറസിക്ക് അത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. അപ്പോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് എക്സാംസ് ഒക്കെ നമുക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാറായിട്ടുണ്ട്. നമ്മുടെ IBPS എക്സാംസിന്റെ കലണ്ടർ ആണെങ്കിലും അതുപോലെ SBI നോട്ടിഫിക്കേഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏകദേശം ഒരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമുക്ക് SBI കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ IBPS എക്സാംസ് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഫസ്റ്റ് നമ്മുടെ PO ക്ലർക്ക് വരും. അത് കഴിയുമ്പോൾ നമ്മുടെ IBPS RRBയുടെ എക്സാംസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവേണ്ട ഒരു സമയമാണ്. അതായത് നമ്മളിപ്പോ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ഒരു സ്റ്റഡീസ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, സിലബസ് ഒന്ന് അറിയാം, സ്റ്റഡീസ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, കറക്റ്റ് പ്രിപ്പറേഷൻ മോഡ് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവുക. ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള സമയം കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കരുത്. ഇന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഞാൻ പഠിക്കുള്ളൂ, അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഇപ്പോഴേ അങ്ങനെ വിചാരിക്കരുത്. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നമ്മുടെ പ്രിപ്പറേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പം പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ടോപ്പിക് വൈസ് കാര്യങ്ങളൊക്കെ ഉള്ള സിലബസ് കാര്യങ്ങളൊക്കെ നമ്മൾ തീർത്ത് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു എന്താണ് ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഇത്ര ടൈമിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ പറയുന്ന ക്വാൻസ് ആയിരുന്നാലും നമ്മുടെ റീസണിങ് ആയിരുന്നാലും നമുക്ക് എങ്ങനെ അത് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പൊ നമുക്കറിയാം ഓരോന്നിനും സെക്ഷണൽ ടൈമിംഗ് എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ആണല്ലേ. ഇപ്പോ ക്വാൻസിന്റെ കാര്യം ഞാൻ ഇവിടെ പറയാണ്. ഇപ്പൊ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും നമുക്ക് 20 മിനിറ്റ്സ് ആണ്. അതുപോലെ റീസണിങ് ആണെങ്കിലും 20 ആണ്, ഇംഗ്ലീഷ് ആണെങ്കിലും 20 ആണ്. അപ്പം ഈ 20 മിനിറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യൻസോ 35 ക്വസ്റ്റ്യൻസോ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അത്രയും നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്പീഡ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഉണ്ടായിരിക്കണം. ഈ സ്പീഡ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ആദ്യമേ ഉണ്ടായി വരുന്നതല്ല. നമ്മളത് ത്രൂ പ്രാക്ടീസിൽ നമുക്കത് എന്താണ് ബീറ്റ് ചെയ്ത് വരേണ്ട ഒരു കാര്യമാണ് സ്പീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്ത് വരേണ്ട ഒരു കാര്യമാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഇപ്പോ നിങ്ങൾ കുറച്ചു പേരെങ്കിലും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഒരു തോട്ട് ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ സ്പീഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും, അയ്യോ എനിക്ക് അത്രയും സ്പീഡ് ഇല്ലല്ലോ, അവന് അത്രയും സ്പീഡ് അല്ലെങ്കിൽ അവൾക്ക് അത്രയും സ്പീഡ് ഉള്ളത് കൊണ്ടാണ് അവൾക്കത് ചെയ്യാൻ സാധിച്ചത്, എനിക്ക് അത്രയും സ്പീഡ് എന്നെ കൊണ്ട് എന്തുകൊണ്ട് അത്രയും സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കാം നമ്മളിപ്പോ മാത്സ് ഒക്കെ ഒത്തിരി നാളിപ്പോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മീൻസ് മാത്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒരുപാട് വീക്ക് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. നമ്മൾ ഒത്തിരി സ്പീഡിൽ ചെയ്ത് ഇപ്പൊ നമ്മൾ കോളേജിൽ ആണെങ്കിൽ കൂടിയും നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പം ആ ഒരു ടൈമിൽ പോലും നമുക്ക് ഇത്രയും സ്പീഡിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ നമ്മൾ സ്പീഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കത് കുറവായിരിക്കും. നമ്മളിപ്പോ കോളേജ് കഴിഞ്ഞിറങ്ങിയ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പീഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു മാത്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് അത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് അത്രയും നമുക്ക് ബാക്കിലാണ്. +2ന്റെ ബാക്ക്ഗ്രൗണ്ട് 10th ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒരുപാട് ബാക്കിലാണ്. അപ്പം നമ്മളത് എന്താണ് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ചില കുട്ടികൾക്കെന്ന് പറയുന്നത് അവർക്കതൊരു വിഷയമേ അല്ല. സ്പീഡ് അവർക്ക് നേരത്തെ തന്നെ അവർക്ക് ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് വലിയൊരു ഇഷ്യൂസ് കാര്യങ്ങൾ വരില്ല. നമ്മളിപ്പോ പഠിച്ചു തുടങ്ങുക അല്ലെങ്കിൽ നമുക്ക് സ്പീഡ് ഇത്തിരി കുറവാണെന്ന് ബോധ്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യുക. അവരോടൊപ്പം എത്തുന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ എങ്ങനെ നമുക്ക് ആ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോ ത്രൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഫുള്ളായിട്ടും വളരെ ക്ലിയർ ആയിട്ടും കേട്ടതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങളെ സ്പീഡ് കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളത് സ്വന്തമായിട്ടത് ചെയ്യാട്ടോ. അപ്പോൾ ഇതില് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാല് സ്പീഡ് എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നമുക്ക് വരുന്നതാണല്ലോ സ്പീഡ്. അപ്പോൾ നമുക്ക് അത്രയും എന്താണ് നമ്മുടെ ഉള്ളിൽ അത്രയും ഒരു പ്രോസസ്സും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതായത് നമ്മളെ ബ്രെയിൻ അത്രയും തോളം വർക്ക് ചെയ്യണം. നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മളെ അങ്ങനെയാണല്ലോ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത്രയും സ്പീഡോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എപ്പോഴും ബ്രെയിൻ എക്സസൈസ് അവിടെ ഉണ്ടായിരിക്കണം. ഇപ്പോ നമുക്കിപ്പോ ഒരു കൂട്ടാനായാലും കുറയ്ക്കാനായാലും ഗുണിക്കാനായാലും ഹരിക്കാനായാലും ഒക്കെ നമുക്ക് അറിയാം. അതെല്ലാം നമ്മൾ ബേസിക് ആയിട്ട് അറിയാവുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്കിതൊക്കെ അറിയാമല്ലോ, വീണ്ടും വീണ്ടും അത് ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്ങനെയല്ല. നമ്മുടെ ബ്രെയിനിനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, പണിയെടുപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു കൂട്ടാനായാലും ഇപ്പൊ വലിയൊരു നമ്പർ നമുക്കറിയാം, ഇപ്പൊ 4+2 എന്ന് പറഞ്ഞാൽ 6 പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും.
ഒരു ഇപ്പൊ ഒരു രണ്ടക്ക ഡിജിറ്റ് മീൻസ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എടുത്താലും 3 ഡിജിറ്റ് നമ്പേഴ്സ് എടുത്താലും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഇനി 2 ഡിജിറ്റ് വരെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. 3 ഡിജിറ്റും 4 ഡിജിറ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കത് എങ്ങനെയാണത് എളുപ്പം ഒരു മൈൻഡ് കാൽക്കുലേഷനിൽ കൊണ്ടുവരിക, അതിനാണ് നമ്മൾ ബ്രെയിൻ എക്സസൈസ് എടുക്കുക. മീൻസ് പ്രാക്ടീസ് തന്നെയാണ് അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോ നമുക്ക് നമ്മുടെ എക്സാംസിന് ഇപ്പോ ബാങ്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 എക്സാംസ് ആണ് വരുന്നത്. ഒന്ന് നമ്മുടെ പ്രിലിംസ് എക്സാമും ഒന്ന് നമ്മുടെ മെയിൻസ് എക്സാമും. ഈ പ്രിലിംസ് എക്സാം ആണ് നമ്മൾ ഈ പറയുന്ന സ്പീഡിന് അത്രയും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആക്യുറസിക്ക് അത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് പ്രിലിംസ് എക്സാം എപ്പോഴും നമുക്കൊരു സ്മാർട്ട് സ്ട്രാറ്റജിയാണ്. ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസ് കയറാൻ പറ്റും എന്നുള്ള ഒരു കാര്യം അതിനകത്തുണ്ട്. മെയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഹാർഡ് വർക്ക് തന്നെയാണ് മെയിൻസിൽ അവിടെ വരിക. അവിടെ സ്പീഡ് വേണ്ട എന്നല്ല, സ്പീഡിനോടൊപ്പം ഹാർഡ് വർക്കും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെയിൻസ് പാസ്സാവാൻ സാധിക്കുള്ളൂ. പ്രിലിംസ് അങ്ങനെയല്ല, സ്മാർട്ട് വർക്കും കൂടെ ആക്യുറസിയും സ്പീഡും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഏതൊരു എക്സാംസിന്റെ പ്രിലിംസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് കാൽക്കുലേഷൻ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ കാൽക്കുലേഷൻ സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ മാത്സിനകത്ത് നമ്മുടെ ഇപ്പോ IBPSന്റെ ക്ലർക്കിന്റെയോ അല്ലെങ്കിൽ ഇപ്പോ POയുടെയോ SBIയുടെ ക്ലർക്കോ PO ഏതൊരു എക്സാംസിന്റെ പ്രിലിംസ് എടുത്തു കഴിഞ്ഞാലും അതില് കാൽക്കുലേഷൻ സ്പീഡ് നിശ്ചയിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കും. ഇനി അത് കഴിയുമ്പോഴാണ് പിന്നെ പ്രോബ്ലം സോൾവിങ് സ്പീഡ് ഉണ്ടാവും. മീൻസ് പ്രോബ്ലം സോൾവിങ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതിന് നമുക്ക് സ്പീഡ് വേണം. അപ്പൊ കാൽക്കുലേഷൻ സ്പീഡും വേണം, അതുപോലെ പ്രോബ്ലം സോൾവിങ് സ്പീഡും വേണം. ഈ കാൽക്കുലേഷൻ സ്പീഡിനകത്ത് എന്തൊക്കെയാ വരുന്നത്? ഇപ്പൊ ക്ലർക്ക് എക്സാം എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് 10 ക്വസ്റ്റ്യൻസ് സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ എന്നുള്ള രീതിക്ക് നമുക്ക് ചോദിക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ചോദിക്കാം, നമ്പർ സീരീസ് ചോദിക്കാം, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. ഇത് ഇത്രയും കാൽക്കുലേഷൻ ഏരിയ വരുന്നതാണ്, കാൽക്കുലേഷൻ സ്പീഡാണ്. ഇപ്പൊ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും അതുപോലെ അതിന്റെ പകുതിയാക്കലും എട്ടിക്കലും ഒക്കെ തന്നെയാണ് നമുക്ക് അതിനകത്ത് വരുന്നത് അല്ലേ. ആ സെയിം സംഭവം ഡേറ്റ എടുക്കുക, കൂട്ടുക, കുറയ്ക്കുക, എന്താണോ തന്നിരിക്കുന്നത് ആവറേജ് കണ്ടുപിടിക്കുക, റേഷ്യോ കണ്ടുപിടിക്കുക, ഇതൊക്കെയാണ് നമുക്ക് DIക്കകത്ത് വരുന്നത്. അതും പക്ക ഒരു കാൽക്കുലേഷൻ ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ DI ആയിരുന്നാലും സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്യുവർലി നമ്മുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അപ്രോക്സിമേഷൻ, സിംപ്ലിഫിക്കേഷനകത്ത് വരുന്നത്. അപ്പൊ അത് അത്രയും നമ്മുടെ ഒരു കാൽക്കുലേഷൻ സ്പീഡ് നിർണ്ണയിക്കുന്ന ഏരിയ ആണ്. ഇനി പ്രോബ്ലം സോൾവിങ് സ്പീഡ് എന്ന് പറയുമ്പം നമ്മുടെ ബാക്കി വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇപ്പൊ റേഷ്യോ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പിന്നെ മെൻസുറേഷൻ, അങ്ങനെ വരുന്ന ലോട്ട് ഓഫ് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതാണ് പ്രോബ്ലം സോൾവിങ് സ്പീഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് സ്പീഡ് ഉണ്ടായിരിക്കണം. അതിലെങ്ങനെയാ സ്പീഡ് ഉണ്ടാവുക? നമുക്ക് കുറേ ടോപ്പിക്സ് അറിയാം, നമുക്ക് കുറേ ടോപ്പിക്സ് ഉണ്ട്. ഇപ്പൊ ആവറേജ്, റേഷ്യോ, വേറെ കുറെ ചാപ്റ്റേഴ്സ്, മീൻസ് ഇപ്പം ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ബോർഡ്സ് ആൻഡ് സ്ട്രീംസ്, അതുപോലെ മെൻസുറേഷൻ, അങ്ങനെ വരുന്ന ഒത്തിരി ചാപ്റ്റേഴ്സ് നമുക്കുണ്ട്. അതിനകത്ത് നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റേഷ്യോ പ്രൊപ്പോർഷൻ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ ഏജസിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, അതുകൂടാണ്ട് നമുക്ക് ആവറേജിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ പെട്ടെന്ന് ചെയ്യാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഇപ്പോ എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ ആവറേജിന് ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആവറേജ് എന്ന് പറയുന്നത് സം ഓഫ് ദ ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. അപ്പൊ അങ്ങനെ അത് നമ്മുടെ ഫോർമുല ബേസ് ചെയ്ത് വരുന്നതാണ്. അങ്ങനെ ചെയ്യാണ്ട് അതിന് നമുക്ക് എളുപ്പം എങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ ലോജിക് പരമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ പ്രോബ്ലം സോൾവിങ് സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതില് ആദ്യം ഞാൻ കാൽക്കുലേഷൻ സ്പീഡിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. കാൽക്കുലേഷൻ സ്പീഡിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ത്രൂ പ്രാക്ടീസ് ആണ്. ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഒരു 15 to 20 മിനിറ്റ് അതിനു വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കണം. ഡെയിലി നമ്മൾ സ്പെൻഡ് ചെയ്യാം. നമുക്ക് അറിയേണ്ട കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എക്സാം വരേക്കും അല്ലെങ്കിൽ എക്സാം കഴിയും എപ്പോഴാണ് നമ്മൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നത് അതുവരേക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. അതായത് 25 വരെയുള്ള ടേബിൾസ് കറക്റ്റ് ആയിട്ട് 20ഓ 25ഓ വരെയുള്ള ടേബിൾസ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ എന്ന് പറയുന്നത് 30 വരെയുള്ള സ്ക്വയേഴ്സ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. 20 വരെയുള്ള ക്യൂബ്സ് മസ്റ്റ് ആയിട്ടും ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഫ്രാക്ഷൻ ടു പെർസെന്റേജ് കൺവേർഷനും പെർസെന്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷനും
സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും ഞാൻ പറഞ്ഞതിന്റെ. കാരണം അവരിങ്ങനെ ചോദിക്കും 75% ഓഫ് സംതിങ്. 75% ഓഫ് സംതിങ് എന്ന് പറയുമ്പോൾ ഒറ്റ സ്റ്റെപ്പിന് നമുക്കറിയാം 75% എന്ന് പറയുന്നത് 3/4 ആണെന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻ അവിടെ എളുപ്പമാവും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക, 75/100 ചെയ്ത് അതിനെ വെട്ടിക്കളഞ്ഞ് അങ്ങനെ എടുക്കേണ്ട ആവശ്യം എന്താണ്? അപ്പോ നമുക്ക് ആ പറയുന്ന ഫ്രാക്ഷൻ ടു പെർസെന്റേജ് കൺവേർഷൻ അല്ലെങ്കിൽ പെർസെന്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ മസ്റ്റ് ആയിട്ടും കുറെ വാല്യൂസിന് നമ്മൾ അത് അറിഞ്ഞിരിക്കണം. പെട്ടെന്ന് ചെയ്യുമ്പോൾ 50% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1/2 എടുത്താൽ മതി എന്നുള്ള കാര്യം അറിയാം, ആണല്ലോ. അങ്ങനെയുള്ള കുറെ ഫ്രാക്ഷൻസ് കാര്യങ്ങൾ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 33 1/3% ഓഫ് സംതിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ 33 1/3% ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയമുണ്ടോ? ഇല്ല. അതിന്റെ ആ ഒരു എന്താണ് ഫ്രാക്ഷൻ അറിഞ്ഞിരുന്നാൽ പെട്ടെന്ന് ചെയ്തൂടെ? 33 1/3% ഓഫ് 99 എന്ന് പറയുമ്പോൾ അത് 33 ആണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? 33 1/3% എന്ന് പറയുമ്പോൾ 1/3 ആണ്. 1/3 into 99 എന്ന് പറയുമ്പോൾ 33 ആണ്. അപ്പൊ ഒറ്റ സ്റ്റെപ്പിൽ അത് മൈൻഡിൽ വരികയാണ്. അപ്പൊ അതിനുള്ള ഫ്രാക്ഷനും ഫ്രാക്ഷൻ ടു പെർസെന്റേജ് അതുപോലെ പെർസെന്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ മസ്റ്റ് ആയിട്ടും നമ്മളത് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി പെർസെന്റേജ് ഇക്വലൻസ് ഞാനിപ്പോ പറഞ്ഞ പെർസെന്റേജ് ഇക്വലൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. അപ്പം ഡെയിലി ഒരു 15 to 20 മിനിറ്റ് നമ്മൾ ഈ കാൽക്കുലേഷൻ സ്പീഡിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കണം. സ്ക്വയേഴ്സ്, ക്യൂബ്സ്, ഫ്രാക്ഷൻ, അതായത് പെർസെന്റേജ് ഫ്രാക്ഷൻ, ഫ്രാക്ഷൻ പെർസെന്റേജ്, അങ്ങനെ വരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഡെയിലി അത് റിപ്പീറ്റ് ചെയ്തിരിക്കണം. അറിയാം മിസ്, എനിക്ക് അറിയാം 30 വരെയുള്ള സ്ക്വയർ അറിയാം, 20 വരെയുള്ള ക്യൂബ്സ് എനിക്ക് അറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ? പക്ഷെ അത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താണ് ആ ഒരു മൈൻഡ് കാൽക്കുലേഷനിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പം റിപ്പീറ്റഡ് പ്രാക്ടീസ് ആണ് നമുക്ക് അവിടെ വേണ്ടത്. അപ്പൊ കാൽക്കുലേഷൻ സ്പീഡിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞ വേദിക് മാത്സ് ട്രിക്സ് ഉണ്ട്. കുറേ കാര്യങ്ങൾ ഇപ്പൊ സിംപ്ലിഫിക്കേഷനിലെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കുറേ ട്രിക്കുകളുണ്ട്. ആ ട്രിക്കുകൾ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇപ്പോ 2/2 എന്താണ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം. സാധാരണ നമുക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ അറിയാം. ഇപ്പൊ 28 into 22 എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അത് 28 into 22 എന്ന് നമ്മൾ എഴുതി ചെയ്യാം. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേദിക് മാത്സ് ട്രിക്സുകൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. 28 into 22 എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഫാസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സിൽ, അതായത് ബട്ടർഫ്ലൈ മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ഇനി 28 into 2 56 into 11 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ വേദിക് മാത്സിന്റെ അറിയാമെങ്കിൽ നമുക്ക് ആ 56 into 11 പെട്ടെന്ന് തന്നെ ചെയ്യാം മൈൻഡ് കാൽക്കുലേഷൻ. അവിടെ നമുക്ക് പെന്നും പേപ്പർ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഫാസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ അതിപ്പോ 3/3 ആയിക്കോട്ടെ, 3/2 ആയിക്കോട്ടെ, 2/2 ആയിക്കോട്ടെ, അങ്ങനെയുള്ള നമ്പേഴ്സിന്റെ ഫാസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സുകൾ അറിഞ്ഞിരിക്കണം. ഇനി സ്ക്വയർ നമ്പേഴ്സ് എൻഡിങ് ഇൻ 5, ഞാൻ ചിലതാണ് വേദിക് മാത്സിന്റെ പറയുന്നത്. 5 കൊണ്ട് എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാം. നമുക്കിപ്പോ 35ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. നമ്മൾ 35 into 35 ചെയ്യോ? ഇല്ല. 35 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്താൽ മതി? ആ ഒരു ട്രിക്ക് ഉണ്ടല്ലോ, 25 12 12 25 ആണെന്നുള്ളത് മൈൻഡിൽ വരണം. അപ്പൊ ആ ഒരു ട്രിക്കും കാര്യങ്ങളും വേദിക് മാത്സ് ട്രിക്സും കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. പെർസെന്റേജ് കാൽക്കുലേഷൻ നേരത്തെ പറഞ്ഞതുപോലെ പെർസെന്റേജ് ടു ഫ്രാക്ഷൻ, ഫ്രാക്ഷൻ ടു പെർസെന്റേജ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അറിയാൻ പറ്റും. ചില സ്പെസിഫിക് നമ്പേഴ്സ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം 99 കൊണ്ട് എങ്ങനെ നമുക്ക് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാം, 999 കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാം, അങ്ങനെയുള്ള ഫാസ്റ്റ് കാൽക്കുലേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതാണ് കാൽക്കുലേഷൻ സ്പീഡ്. അതാണ് നമ്മുടെ സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും നമുക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു രീതി എന്ന് പറയുന്നത്. ഇനി അപ്രോക്സിമേഷന്റെ കാര്യം പറയാനുള്ളത്, സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് നമ്പേഴ്സ് അവിടെ തന്നിരിക്കുക. പക്ഷെ അപ്രോക്സിമേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശമുള്ള നമ്പേഴ്സ് തന്നിരിക്കുക, അതിനെ റൗണ്ട് ഓഫ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക. അപ്പൊ 4.98 എന്ന് പറയുമ്പോൾ അത് 5 ആയിട്ട് അങ്ങ് എടുക്കുക. ഇപ്പോ എക്സാമ്പിൾ പറയാണ് 4.98 into 5 എന്ന് പറയുമ്പോൾ നമ്മൾ 4.98 into 5 ചെയ്യേണ്ട ആവശ്യമില്ല, അപ്രോക്സിമേഷൻ ആണ്. 4.98 നമ്മൾ 5 ആണ്, 5 into 5 25 ആണ്. മനസ്സിലോർക്കുക, ഞാനത് ചെറിയൊരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ സ്പീഡ് മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഡെയിലി ഞാൻ പറഞ്ഞതുപോലെ ഒരു 15 to 20 മിനിറ്റ്സ് നമ്മൾ മസ്റ്റ് ആയിട്ടും അത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് ഉറപ്പ് വരുത്തുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തുക. നെക്സ്റ്റ് പറയുന്നതാണ് ഈ പറയുന്ന മാസ്റ്റർ അപ്രോക്സിമേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംപ്ലിഫിക്കേഷന്റെ പ്രോസസ്സ് എങ്ങനെ നമുക്ക് സിംപ്ലിഫിക്കേഷനിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ബോട്ട് മാസ്റ്റർ റൂൾ അനുസരിക്കുന്ന എന്താണ് ചെയ്യുന്ന രീതിയിൽ അത് കറക്റ്റ് ആയിട്ട് ബോട്ട് മാസ്റ്റർ റൂൾ തന്നെയാണോ ഫോളോ ചെയ്ത് നോക്കണം. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തുള്ള ട്രിക്സും കാര്യങ്ങളൊക്കെ ഏതൊക്കെ ട്രിക്കുകൾ നമുക്കറിയാം അതൊക്കെ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ
ഒരു അതായത് നമ്മൾ വാസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും ഒക്കെ നമുക്ക് എളുപ്പം, അതും ചിലത് നമുക്ക് പെൻ ആൻഡ് പേപ്പർ പോലും യൂസ് ചെയ്യാണ്ട് ആ ഓപ്ഷൻ നോക്കി തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പ്രാക്ടീസിലേക്ക് എത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗോൾ എന്ന് പറയേണ്ടത്. ഓക്കെ, പെന്നും പേപ്പറും യൂസ് ചെയ്യരുത്. ഇപ്പൊ ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് ക്ലർക്കിന് ചോദിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ 5 ക്വസ്റ്റ്യൻ പിഒക്ക് ചോദിച്ചു, 10 ക്വസ്റ്റ്യനിൽ 7 ക്വസ്റ്റ്യൻ മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ മനസ്സിന്, നമ്മുടെ ബ്രെയിനിനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് എക്സസൈസ് ചെയ്ത് എടുപ്പിക്കുക എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതിന് ഡെയിലി പ്രാക്ടീസ് തന്നെ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അതുപോലെ ഡെയിലി സിംപ്ലിഫിക്കേഷന്റെ ഒരു 10 ക്വസ്റ്റ്യൻസ്, 10ഓ 15ഓ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. അപ്രോക്സിമേഷൻ 10ഓ 15ഓ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. പിന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അത് ഡെയിലി ഒരു 20 ക്വസ്റ്റ്യൻസ് വീതം, അല്ലെങ്കിൽ 15 to 20 ക്വസ്റ്റ്യൻസ് വീതം വെച്ച് ചെയ്യാൻ ശ്രമിക്കണം. എന്നല്ലാതെ മസ്റ്റായിട്ടും ചെയ്യണം എന്നാണ്. ഓക്കെ, പിന്നെ നമ്പർ സീരീസിന്റെ ക്വസ്റ്റ്യൻസ്, പാറ്റേണുകൾ അറിയണം. കാരണം നമ്പർ സീരീസ് ഒക്കെ പക്ക പ്ലസും മൈനസും ഡിവിഷനും കാര്യങ്ങളൊക്കെ വരുന്ന കേസുകളാണ്. അപ്പൊ അതുകൊണ്ട് നമ്പർ സീരീസിന്റെ നമ്മൾ ഡെയിലി ഒരു 10ഓ 15ഓ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിക്കാം. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് വരുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തുകൂടെ? നമുക്ക് ആ ചെയ്ത ആ ഒരു ഓർമ്മയിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തുകൂടെ? അപ്പോ ഒരിക്കലും കാണാപ്പാഠം പഠിക്കരുത്. മാത്സ് ഒരിക്കലും ചെയ്യാതെ, അതായത് നമ്മൾ കൈകൊണ്ട് ചെയ്യാതെ മാത്സ് ഒരിക്കലും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. മാത്സ് എപ്പോഴും ചെയ്ത് തന്നെ പഠിക്കാം. നമ്മളിപ്പോ 10ാം ക്ലാസ്സിലും ഇപ്പൊ 11 മെയിൻ ആയിട്ട് ഇപ്പൊ 9, 10 സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ഒരു ലോങ് പ്രോബ്ലം ഉള്ള ഒരു കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നമ്മൾ ചെയ്തു നോക്കില്ല, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നമ്മൾ എക്സിറ്റ് എടുക്കുക, അതിന് എക്സിറ്റ് എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ആൻസർ നമുക്ക് കിട്ടും. അതായത് നമ്മൾ ചെയ്ത് നോക്കാൻ നമുക്ക് മടിയുണ്ടാവും. അത് നമ്മൾ എക്സാമിനായിരിക്കും നമ്മൾ ചെയ്യുക അല്ലെ, ചിലപ്പോൾ ഒരു വട്ടം അങ്ങനെ ചെയ്ത് നോക്കും. പക്ഷെ ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളൊരു 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു മൈൻഡിൽ ഒരിക്കലും നമ്മളത് ചെയ്യരുത്. ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടിയും നമ്മളത് ചെയ്തു നോക്കുക. ചെയ്യുമ്പോഴെന്താന്ന് വെച്ചാൽ ആ ടൈമിനുള്ളിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് നമ്മൾ അവിടെ ഉറപ്പുവരുത്തേണ്ടത്. ഇപ്പോ 10ാം ക്ലാസ്സിൽ പരീക്ഷ എന്ന് പറയുമ്പോൾ 2-2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഇത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടാവും. പക്ഷെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ 20 മിനിറ്റ് ആണ്. 20 മിനിറ്റിനാണ് നിങ്ങൾ ഈ പറയുന്ന 30 ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ആ 30 അല്ലെങ്കിൽ 35 ക്വസ്റ്റ്യൻ നമ്മളവിടെ ചെയ്യുന്നത്. ആ 35 ക്വസ്റ്റ്യൻസ് ആയാലും വൈഡ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, അപ്രോക്സിമേഷൻ ഉണ്ട്, ക്വാഡ്രാറ്റിക് ഉണ്ട്, DI ഉണ്ട്, നമ്പർ സീരീസ് ഉണ്ട്, അരിത്തമെറ്റിക് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അരിത്തമെറ്റിക് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പ്രോബ്ലം സോൾവിങ് സ്പീഡിലേക്ക് പോകുമ്പോൾ പറയാം. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. അപ്പൊ ഡെയിലി നമ്മൾ കാൽക്കുലേഷൻ സ്പീഡ് ഹോൾഡ് ചെയ്യുന്ന കുറെ ഏരിയ ഉള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുക, അത് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഡെയിലി അത് പ്രാക്ടീസ് ചെയ്ത് പോവാം. ഓക്കെ, ഇനി പ്രോബ്ലം സോൾവിങ് സ്പീഡ്. ഇപ്പൊ പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ ഹൈ വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അരിത്തമെറ്റിക് പോർഷനിൽ വരുന്ന ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് ആയ പെർസെന്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആവറേജ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പാർട്ട്ണർഷിപ്പ്, മിസ് ആൻഡ് അലിഗേഷൻ, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ കാൽക്കുലേഷൻ സ്പീഡിൽ നോക്കാം. അപ്പോ ഇത് ഇത്രയല്ല, നമുക്ക് ഏജസ് അങ്ങനെ വരുന്ന ഒത്തിരി ചാപ്റ്ററുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ ചാപ്റ്റേഴ്സിൽ നമുക്ക് അറിയാവുന്ന കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ പെർസെന്റേജ്, റേഷ്യോ, പ്രപ്പോർഷൻ, ഏജസ്, പാർട്ട്ണർഷിപ്പ്, ടൈം ആൻഡ് വർക്ക്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ചാപ്റ്റർ ആയിരിക്കും. മെൻസ്ട്രേഷൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും. ആ ചാപ്റ്റേഴ്സിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് പഠിക്കാം. ഇത് ഇപ്പോ നമുക്ക് പല മെത്തേഡുകൾ അറിയാം. ഇപ്പൊ എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രഡീഷണൽ മെത്തേഡ് അറിയാം, ലോജിക് വൈസ് ചെയ്യുന്ന മെത്തേഡുകൾ അറിയാം. ഏറ്റവും സമയം കുറവെടുക്കുന്ന മെത്തേഡിലേക്ക് അപ്രോച്ച് ചെയ്യാം. ഇപ്പൊ ടൈം ആൻഡ് വർക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 1/n മെത്തേഡിൽ ചെയ്യാൻ പറ്റും, അല്ലാതെ എഫിഷ്യൻസി മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ടൈം ആൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ എ എന്ന് പറയുന്ന ആള് 10 ദിവസം വർക്ക് ചെയ്യുന്നു, ബി എന്ന് പറയുന്നത് 20 ദിവസം കൊണ്ട് ആ സെയിം വർക്ക് ചെയ്യുന്നു. അപ്പൊ ആദ്യം പെട്ടെന്ന് നമുക്ക് മനസ്സിനകത്ത് അങ്ങനെയാണെങ്കിൽ എയും ബിയും ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു എന്നൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ 1/n മെത്തേഡിൽ നമ്മുടെ മൈൻഡിൽ തന്നെ കാര്യം, നമുക്ക് പെൻ ആൻഡ് പേപ്പർ വേണ്ട ആവശ്യമുള്ളൂ, മീൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം, മനസ്സിനെ കണ്ടുപിടിക്കാം, 20യുടെയും 10ന്റെയും LCM കണ്ടുപിടിക്കാം. അവിടെ നമുക്ക് 20 ആണ് അവിടെ വരുന്നത്. അപ്പൊ ടോട്ടൽ വർക്ക് 20 ആണ്. അപ്പൊ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ 2ഉം 1ഉം ആണ് കണ്ടുപിടിക്കാം. ടോട്ടൽ എഫിഷ്യൻസി 3 വന്നു. അപ്പൊ 20/3 ആണ്. അപ്പൊ അവര് 20/3 ഡേയ്സ് ആണ് ഓപ്ഷനകത്ത് നോക്കുക. ഇത് നമുക്ക് അവിടെ എന്താണ്, അവിടെ പെന്നും പേപ്പറും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ചില ക്വസ്റ്റ്യൻസ് വരുമ്പോ ഇപ്പൊ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുന്ന കേസ് വരുന്ന സമയത്ത്, അങ്ങനെയൊക്കെയുള്ള കേസ് വരുന്ന സമയത്ത് ചിലപ്പോൾ മാത്രം നമുക്ക് പെന്നും
പേപ്പർ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസിൽ നമ്മൾ കൊണ്ടെത്തിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത്രയും സ്പീഡ് നമ്മൾ നമ്മളെ കൈക്ക് അത് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ എക്സിറ്റ് ആണെങ്കിൽ ഇപ്പോ റേഷ്യോ ഒരു ക്വസ്റ്റ്യൻ പറയാണ്, 3:4 എന്ന് പറയുന്ന ഒരു റേഷ്യോ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതില് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം കണ്ടുപിടിക്കാനാണ്, ഇപ്പൊ തേർഡ് നമ്പർ കണ്ടുപിടിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ 3x എന്നും 4x എന്നും എടുക്കാം. അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോ ആ എടുക്കുന്നത് നമ്മൾ നമ്മുടെ കൈക്ക് ആ സ്പീഡ് ഉണ്ടായിരിക്കണം, നമ്മുടെ ബ്രെയിൻ അത്രയും പ്രോസസ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കണം. അപ്പൊ എക്സിറ്റ് ചെയ്യുന്ന കുട്ടികളാണ്, അല്ല ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഒരു ക്വസ്റ്റ്യന് ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ വെച്ച് നമ്മൾ തീർക്കണം, വലിയ ഒരു ടൈം എടുക്കരുത് എന്നാണ് ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്യുന്നവർ. അത് അതിൻ്റെതായ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ടൈം ലിമിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ലോജിക് ആണെന്നുണ്ടെങ്കിൽ ആ ലോജിക് ക്വസ്റ്റ്യൻസ് നല്ലപോലെ സ്ട്രൈക്ക് ചെയ്യുക, നല്ലപോലെ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമുക്കവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ സ്പീഡ് നമ്മൾ കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രാഫുകളാണ് വരുന്നത് അല്ലെ, ബാർ ഗ്രാഫ്, പൈ ഗ്രാഫ്, ലൈൻ ഗ്രാഫ്, ടാബുലർ, കേസ്ലെറ്റ്. അപ്പൊ ഇങ്ങനെ വരുന്നതാണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓരോ ഗ്രാഫിന്റെയും വാല്യൂസ് എടുക്കുന്നതിനുള്ള സ്പീഡ് കൂട്ടണം, അതുപോലെ അത് പ്രോസസ് ചെയ്യേണ്ട സ്പീഡ് കൂട്ടണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ സ്പീഡുകൾ കൂട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഡെയിലി ഡേറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റ്യൻസ് ഒരു 2 സെറ്റ് അല്ലെങ്കിൽ 3 സെറ്റ് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ തന്നെ ചെയ്തു പോവാം. ഒത്തിരി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അല്ലെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്തു പോകാനാണ്. അപ്പൊ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഡേറ്റ DI ഒക്കെ ആദ്യമേ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ടോപ്പിക്കുകളാണ്. പിന്നെ ടാർഗറ്റ് ചെയ്യേണ്ടത്, ഇപ്പോ ഒരു DI സെറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇപ്പൊ തുടക്കത്തിൽ ഒരു 5-6 മിനിറ്റ് ഒക്കെ നമ്മൾ എടുക്കുക ആ ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ. നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്ത് ടൈമർ ഇട്ട് തന്നെ ചെയ്യണം. റെഡ്യൂസ് ചെയ്ത് 3-4 മിനിറ്റിനുള്ളിൽ വെച്ച് ചെയ്യണം. മാക്സിമം 3 മിനിറ്റിനുള്ളിൽ വെച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണം. കുറച്ച് ടഫായിട്ട് വരുന്ന DI ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ എളുപ്പം വരുന്ന DI, പെട്ടെന്ന് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്ന DI ഒക്കെ ആണെങ്കിൽ വിത്തിൻ 3 മിനിറ്റിനുള്ളിൽ വെച്ച് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ DIയുടെ സ്പീഡും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യേണ്ടത്. ഇനി വരുന്നത് നമ്മുടെ ആക്യുറസി ആണ്. അപ്പൊ ആക്യുറസി വരുമ്പോൾ നമുക്ക് എപ്പോഴും 100% ആക്യുറസി അല്ലെങ്കിൽ 95% അബവ് ആക്യുറസി നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമ്മളിപ്പോ 10 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിരിക്കണം. അതിനൊന്നുപോലും നെഗറ്റീവ് വരാത്ത രീതിയിൽ നമ്മൾ ആക്യുറസി കീപ്പ് ചെയ്ത് തന്നെ പോവാം. എപ്പോഴും 95% ആക്യുറസി നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. അതായത് നെഗറ്റീവ്സ് ഒഴിവാക്കുക. പിന്നെ വരുന്നത് മോക്ക് അനാലിസിസ്. ഇപ്പൊ നിങ്ങൾ ഒരുവിധമൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ എടുക്കാനുള്ള സമയം ആണ്. അപ്പൊ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എടുക്കുന്നു എന്നുണ്ടെങ്കിൽ ചുമ്മാ ഡെയിലി നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുത്ത് തന്നെ മാർക്ക് കണ്ടു പോവാണ്ട് എവിടെയാണ് എനിക്ക് എറർ സംഭവിച്ചത്, ഞാൻ എന്ത് അബദ്ധമാണ് ആ ക്വസ്റ്റ്യനിൽ കാണിച്ചത്, എന്ത് മിസ്റ്റേക്ക് എനിക്ക് അവിടെ പറ്റി, ഇനി എനിക്ക് ഏത് ടോപ്പിക്കാണ് വീക്ക് ആയിട്ടും വരുന്ന ടോപ്പിക്ക്, ഏത് ടോപ്പിക്കിൽ എനിക്ക് കൂടുതൽ സമയം സ്പെൻഡ് ആയി, ഇതൊക്കെ അനലൈസ് ചെയ്ത് നമ്മൾ എടുക്കണം. അതാണ് മെയിൻ ഒരു എറർ നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. എറർ നോട്ട്ബുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനാലിസ് ചെയ്യുമ്പോൾ ഒരു എന്താണ്, നമുക്കൊരു അനാലിസിസ് ഷീറ്റ് ഉണ്ടായിരിക്കണം. എവിടെയാണ് എന്തൊക്കെയാണ് ഞാൻ അവിടെ ഇംപ്രൂവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു അനാലിസിസ് ഷീറ്റ് നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി നമ്മുടെ സ്റ്റഡി പ്ലാനിൽ എപ്പോഴും 2 അവർ ഡെയിലി നമ്മൾ കോൺസെക്ഷനിൽ നമ്മൾ കൊടുത്തിരിക്കണം. 2 അവർ എന്ന് പറയുമ്പോൾ കാൽക്കുലേഷൻ സ്പീഡും പ്രോബ്ലം സ്പീഡും ഒക്കെ നമുക്ക്, പ്രോബ്ലം സോൾവിങ് സ്പീഡും ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ആ പറയുന്ന 2 അവർ സെഷൻ നമ്മൾ അവിടെ മസ്റ്റ് ആയിട്ട് നമ്മുടെ സ്പീഡ് പ്ലാൻ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ നമ്മൾ കൊടുത്തിരിക്കണം. മസ്റ്റ് ആയിട്ടും കൊടുത്തിരിക്കാം. അതിലൊരു 20 മിനിറ്റ് നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡിൽ കൊടുക്കാം. 30 മിനിറ്റോ ഒരു 15-20 മിനിറ്റ് നമുക്ക് DI സെഷന് കൊടുക്കാം. ക്വാണ്ട്, അതായത് ഒരു സെറ്റ് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ എടുക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പം ഡെയിലി നമ്മളിപ്പോ ഒരു ടോപ്പിക്ക് വെച്ച്, ഇപ്പൊ അരിത്തമെറ്റിക് സെഷൻ എടുക്കുകയാണെങ്കിൽ ഓരോ ടോപ്പിക്ക് വെച്ച് അല്ലെങ്കിൽ 1-2 ടോപ്പിക്ക് വെച്ച് ഡെയിലി കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളത് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് പോകണം. അതിന്റെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് കിട്ടുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ നമ്മൾ പോവാം. ഇതൊക്കെ തന്നെയാണ് എക്സാമിന് ചോദിക്കുന്നത്. ഇതിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാല്യൂ മാറ്റി ഒന്ന് ചുറ്റിച്ചൊക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. അപ്പം എല്ലാം ഒന്നും നമുക്ക് ഇങ്ങനെ കറക്കി വളച്ചൊന്നും ചോദിക്കത്തില്ല. ഡയറക്റ്റ് ചോദ്യങ്ങൾ ഉണ്ടാവും. ചില 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് ട്വിസ്റ്റഡ് ചോദിക്കാം. അതിന് നമുക്ക് എങ്ങനെ, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേക്കും അതെങ്ങനെ എന്താണ് ക്രാക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും നിങ്ങൾക്ക് എന്ത് ഇപ്പൊ മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്ത് മിസ്റ്റേക്ക് പറ്റി എന്നുള്ളൊരു അനാലിസിസ് റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ.
ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടും നമ്മൾ ഈ പറയുന്ന സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ. അപ്പോ ഡെയിലി നിങ്ങളെ സ്പീഡ് പ്ലാൻ മീൻസ് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് സ്പീഡ് എന്തായാലും കൂടില്ല. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു മന്ത്രം എന്ന് പറയുന്നത് തന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നമ്മളൊരു ഈ ബാങ്ക് എക്സാംസ് പറയുമ്പോഴേ സ്പീഡാണ്. അപ്പോൾ ബാങ്ക് എക്സാമിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടുക. നമുക്ക് എന്ത് സഹിച്ചിട്ടായാലും എന്ത് ചെയ്തിട്ടായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോസ്റ്റ് നമുക്ക് നേടണം എന്നുള്ള ഒരൊറ്റ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറെടുത്ത് തന്നെ ഇരിക്കുക. ഡെയിലി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോവാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ടും പറയാനുള്ളത്. ഓക്കെ, അതുപോലെ നമ്മുടെ എൻട്രിയിൽ ഇപ്പൊ എജു ഫെസ്റ്റ് നടക്കുകയാണ്. ജൂൺ മാസത്തിലുള്ള എജു ഫെസ്റ്റ് നടക്കുകയാണ്. ജൂൺ ലാസ്റ്റ് ആകുമ്പോഴേക്കും എജു ഫെസ്റ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മുടെ SSC ആയാലും RRB ആയിരുന്നാലും ബാങ്ക് ആയിരുന്നാലും ഒത്തിരി കോഴ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എജു ഫെസ്റ്റ് മാക്സിമം നിങ്ങൾ എന്താണ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഈ ഒരു മന്ത് ഈ ഒരു എജു ഫെസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഈ ഒരു കോഴ്സും ഈ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ കോഴ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റുകളും അതുപോലെ സെഷണൽ ടെസ്റ്റുകളും എല്ലാം ചേർത്തിട്ടുള്ള ഒരു ബണ്ടിലാണ് നമ്മുടെ ഈ പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേറൊരു കാര്യത്തിലും നിങ്ങൾക്ക് എന്താണ് അഡീഷണൽ സെർച്ചും കാര്യങ്ങളും നടത്തേണ്ട ആവശ്യമൊന്നും വരില്ല. എല്ലാം നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിത്ത് മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടിയാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാങ്കിന്റെ ഗോൾഡ് ബാച്ചിലേക്ക് ഇപ്പൊ അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാം. നമുക്ക് വരാൻ പോകുന്ന എക്സാമിനെ ട്രാക്ക് ചെയ്യണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇനി നമ്മുടെ കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ മെയിലിൽ കാണിച്ചിരിക്കുന്ന നമ്പറായ 7773612215 എന്ന നമ്പറിലേക്ക് വിളിച്ച് എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം പുതിയ കാര്യങ്ങളായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.